കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആയുസ്സും ആരോഗ്യവും ബലവും സൗഖ്യവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അവിടുന്ന് ഒഴികെ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല. പറഞ്ഞു തീരാത്ത എല്ലാ ദാനങ്ങൾക്കായും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം നമ്മെ വഴി നടത്താൻ ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് താണിരിക്കാം. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവനെൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പറ്റിയിരിക്കുന്നവരെ വിടുവിക്കുന്ന, അറിയുന്നവരെ ഉയർത്തുന്ന ശ്രേഷ്ഠനായ ദൈവത്തിന് ഇന്ന് പകലിലും നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് ഇന്നും പ്രഖ്യാപനം ചെയ്യാൻ അവിടുന്ന് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം വീണ്ടെടുപ്പുകാരനാണ്. അവിടുന്ന് ശക്തിമാനാണ്, മഹിമയുള്ളവനാണ്, വിശുദ്ധിയിൽ മഹിമയുള്ളവനാണ്, സ്തുതികളിൽ ഭയങ്കരനാണ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്, താൻ മാത്രം അമർത്യത ഉള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, ഭൂരാജാക്കന്മാർക്ക് അധിപനാണ്. അവിടുത്തെ മുൻപാകെ ഇന്ന് പകലിലും ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. യഹോവേ, അങ്ങയുടെ ശബ്ദം ഞങ്ങളെ ഒന്ന് കേൾപ്പിക്കണമേ. അവിടുത്തെ ആജ്ഞയനുസരിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകലിലും നിങ്ങൾക്ക് വേണ്ടി മുഴങ്ങുകയാണ്. അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ജയം ദൈവത്തിനുണ്ട്. കൊടുങ്കാറ്റുകൾ ശാസിക്കപ്പെടും, തിരകൾ അടങ്ങും. ദൈവത്തിൻ്റെ മഹത്വം ദൈവം ഇന്ന് പ്രഭാതത്തിലും നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന പ്രത്യേക നിമിഷമത്രേ. വിശ്വസിക്കുന്നവർ അടയാളങ്ങൾ കാണും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആകയാൽ വിശ്വസിക്കുക. നീ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽ കാണാൻ പോവുകയാണ്. നാറ്റം വെച്ചതെന്ന് ലോകം പറയട്ടെ, 4 ദിവസമായെന്ന് പറയട്ടെ, ഇല്ല. ദൈവത്തിൻ്റെ മഹത്വത്തെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിൻ്റെ മേലുണ്ടോ? 4 ദിവസം കഴിഞ്ഞാലും 40 ദിവസം കഴിഞ്ഞാലും 4 വർഷം കഴിഞ്ഞാലും നിന്റെ വാഗ്ദത്തം പുറത്തു വരും. കാരണം സെഖര്യാവ് പ്രാർത്ഥിക്കാൻ തയ്യാറായി. വർഷങ്ങൾ പ്രാർത്ഥിച്ച മനുഷ്യൻ, പക്ഷേ തൻ്റെ വാഗ്ദത്തം എവിടെയെന്ന് പലരും ചോദിച്ചു കാണും. സമയമായപ്പോൾ സെഖര്യാവിനോട് ദൂതൻ പറയുകയാണ്, സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇതാ ഒരു ഉത്തരമായി. നാളുകളായി നീ പ്രാർത്ഥിച്ചു മടുത്തു എന്ന് ചിന്തിക്കുന്ന, ഇനി കാണുമോ അത് വർദ്ധിക്കുമായില്ലേ? ഇല്ല. പ്രാർത്ഥിക്കുന്നവനോട് വാക്ക് പറഞ്ഞവൻ സർവശക്തനാണെങ്കിൽ എത്ര കാലം പഴകിയെന്ന് നിനക്ക് തോന്നിയാലും പുറത്ത് കൊണ്ടുവരേണ്ടതിനെ പുറത്ത് കൊണ്ടുവരും. നോക്കൂ, ആ വാഗ്ദത്തം ആ ദേശത്തടയാളമായി മാറിയില്ലേ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ലെന്ന് കർത്താവ് തന്നെ സാക്ഷ്യം പറഞ്ഞില്ലേ? നോക്കൂ, വൈകിയെന്ന് ചിന്തിക്കുന്ന ചില പ്രോമിസുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ടോപ്പായി വരും. അത് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ആശ്ചര്യ ചിഹ്നമായി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഈ ദൂതേറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കൂടാരത്തിൻ്റെ അകത്തേക്ക് വെളിപ്പെട്ടു വരും. ആർക്കും അതിനെ തടയുവാൻ സാധ്യമല്ല. നമ്മുടെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാണ്. അവിടുത്തെ കരം ഇന്ന് പകൽ സങ്കീർത്തനത്തിൽ ഒരു വാക്യം നമുക്ക് സുപരിതമാണല്ലോ. 16-ാം സങ്കീർത്തനം എന്ന് പറയും, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ജീവൻ്റെ വഴി കാണിക്കുന്ന ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ദൈവം ജീവിപ്പിക്കുന്നവനാണ്. ചലനമറ്റ വിഷയത്തെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും സമീപ്യവും ഈ പകൽ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 18-ാമത്തെ വാക്യം നമുക്ക് സുപരിതമാണല്ലോ. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം അതിൻ്റെ 19-ാമത് വാക്യം. അങ്ങനെ അവർ പടിഞ്ഞാറ്
യഹോവയുടെ നാമത്തെയും കിഴക്ക് അവൻ്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടിനിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. സ്തോത്രം. ഇവിടെ ശത്രുവിനെതിരെ പ്രതികരിക്കുന്ന ഒരു ദൈവം. നോക്കൂ, അവൻ പകരം ചെയ്യും. തൻ്റെ വൈരികൾക്ക് ക്രോധവും തൻ്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ ദ്വീപ നിവാസികളോട് അവൻ പ്രതിക്രിയ ചെയ്യും. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവൻ്റെ മഹത്വത്തെയും ഭയപ്പെടും. ഈ പകൽ വിളിച്ചു പറയട്ടെ, നമുക്കെതിരെ നിൽക്കുന്ന ശക്തമായ വെല്ലുവിളികൾ, വൈരികൾ, ഇതിൻ്റെ നടുവിൽ ഓരോ ദിക്കുകളിൽ നിന്ന് വരുന്ന ശക്തമായ വെല്ലുവിളികളെ കണ്ടിട്ട് പറയുന്നു, അവിടെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുമ്പോൾ ചില ശക്തികൾ ഭയപ്പെടാൻ പോകുക. സഹോദരങ്ങളെ, ഇനി ഏത് ദിക്കുകളിൽ നിന്നാണ് നിങ്ങൾക്കെതിരെ വെല്ലുവിളി വരുന്നത്, ആക്രമണങ്ങൾ വരുന്നത്, ആ ദിക്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും. അതിൻ്റെ റൂട്ടിൽ ദൈവ മഹത്വം ഇറങ്ങിയാൽ ചിലത് ഭയപ്പെടാൻ പോകുകയാണ്. നമുക്കറിയാം, വടക്ക് നിന്നൊരു ശക്തി വരുന്നു. എസ്കേൽ പ്രവചനം 38-ാം അധ്യായം. ഇത് ഒരുമിച്ച് വന്ന ഒരു വലിയ സഖ്യമായി വന്ന ഒരു ദേശത്തേക്ക് അവസാനം വന്നു ചേരും. പ്രവചന ഭാഗമാണ്. പക്ഷേ തൻ്റെ ജനമായ ഇസ്രായേൽ ഭയപ്പെടും. അവർ തളർന്നു പോകും. പരാജയത്തെ ഫേസ് ടു ഫേസ് കാണുമ്പോൾ ദൈവം പറഞ്ഞു, ഇല്ല, ഞാൻ എന്നെ തന്നെ ആ സമയത്ത് മഹത്വപ്പെടുത്താൻ പോകുകയാണ്. എൻ്റെ മഹത്വം ഇറങ്ങാൻ പോകുകയാണ്. എൻ്റെ കരം ചലിക്കാൻ പോകുകയാണ്. ഞാൻ പ്രവർത്തിക്കാൻ പോകുകയാണ്. ഞാൻ ഇറങ്ങി വരാൻ പോകുകയാണ്. ഏത് ദിക്കിലാണോ നീ ഭയപ്പെടുന്നത്, ഏത് ദിക്കിലാണോ നീ ഒതുക്കപ്പെടുന്നത്, ആ ദിക്കുകൾ ഇറങ്ങി വരുന്ന ദൈവശക്തി ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. നോക്കൂ, അവിടെ ആ എസ്കേൽ പ്രവചനം ഒന്ന് വായിച്ചു നോക്കണം. കർത്താവ് പറയും, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ, എൻ്റെ മഹത്വം ഇറക്കുമ്പോൾ ദേശത്ത് ഒരു ഭയം വെളിപ്പെടാൻ പോകുക. ദേശത്ത് ഒരത്ഭുതം വെളിപ്പെടാൻ പോകുക. നാളുകൾ എൻ്റെ ജനത്തിനെതിരെ നിൽക്കുന്ന ശക്തമായ ചില ആക്രമണങ്ങളെ ഇന്ന് പകലും തകർത്തെറിയാൻ ദൈവം ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. മറന്നു പോകരുത്. അങ്ങനെ പരാജയപ്പെടുമെന്ന് പറഞ്ഞ് തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ഒരിടി മുഴക്കും. സിഗ്നലുകൾ തകരാറിലാകും. ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറക്കും. തൻ്റെ ജനമായ ഇസ്രായേൽ അവിടെ ജയിക്കും. പരാജയം നീ കണ്ടുകൊണ്ടിരിക്കും. ഇല്ല, നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും സ്വർഗം ഏത് ദിക്കിൽ നിന്നാണോ ശത്രു വരുന്നത്, സ്വർഗം നിനക്ക് വേണ്ടി ഡയറക്റ്റ് ഇറങ്ങി വരിക, യേശുവിൻ്റെ നാമത്തിൽ. അടുത്ത ഭാഗം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. കിഴക്ക് അവൻ്റെ മഹത്വത്തെയും അവർ ഭയപ്പെടും എന്ന് പറഞ്ഞിട്ട്, കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. കെട്ടി നിൽക്കുന്ന ചില വിഷയങ്ങൾ ഞാൻ അക്ഷരികമായല്ല, ആത്മീയ വെളിപ്പാടിലേക്ക് കൈമാറുകയാണ്. കെട്ടി നിൽക്കുന്ന, തടഞ്ഞു നിർത്തിയ, അണക്കെട്ട് പോലെ തടയപ്പെട്ട ചില വിടുതലുകൾ, പക്ഷെ ദൈവത്തിൻ്റെ ശ്വാസം തള്ളിപ്പായിച്ചു കഴിഞ്ഞാൽ അതൊരു നദി പോലെ ഭയങ്കര ഫോഴ്സോടെ ഒഴുകി നിങ്ങളുടെ കരങ്ങളിൽ എത്താൻ പോകുക. ഈ പകൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ശ്വാസം നമുക്ക് വേണ്ടി തള്ളിപ്പായിക്കുകയാണ്. കെട്ടി നിൽക്കുന്നതിനെ തള്ളിപ്പായിച്ച് പായിക്കുന്ന ശീഘ്രത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ദൈവമഹത്വം ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളുകളായി തടയപ്പെട്ട, ഒതുക്കപ്പെട്ട, പുറത്തു വരാൻ കഴിയാത്ത ചില വിഷയങ്ങളുടെ മേൽ എൻ്റെ കർത്താവിൻ്റെ കരം ഇന്ന് പകൽ ചലിപ്പിക്കുക. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. കെട്ടി നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഒറ്റ ശ്വാസം മതി. ദൈവത്തിൻ്റെ ഒറ്റ ഊത്തിനാൽ നീർത്തോടുകൾ കാണാതെ വന്നുവെങ്കിൽ, നീർത്തോടുകൾ കാണായി വന്നെങ്കിൽ, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു വന്നെങ്കിൽ, ഇന്ന് പകൽ ആ ശ്വാസത്തിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൽ നാളുകൾ പിടിച്ചു നിർത്തിയ, വിട്ടു തരത്തില്ലെന്ന് പറഞ്ഞ, അനുഭവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ, മൂവ് ചെയ്യിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ ആ തലത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. ഒരു ശ്വാസത്തിൻ്റെ ശക്തിയാൽ തള്ളിപ്പായിച്ച് ചിലത് പുറത്തു വരുന്ന പകൽക്കാലമാണ്. എത്ര പേർക്ക് ഈ ദൂത് ഈ പ്രഭാതത്തിൽ ഏറ്റെടുക്കാൻ കഴിയും? പ്രിയ സഹോദരങ്ങളെ,
എത്ര ശക്തമായി കെട്ടി നിൽക്കട്ടെ, കെട്ടിവെക്കട്ടെ. അതിനെയൊക്കെ അഴിച്ച് പുറത്ത് കൊണ്ടുവരുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഈ പകൽ ഈ ദൂത് വെളിപ്പെട്ട് വരുമ്പോൾ നിങ്ങളുടെ മധ്യയെ പരിശുദ്ധാത്മാവ് ചിലത് ഹാലിൽ വേഗത്തിൽ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. കെട്ടി നിൽക്കുന്നു ദൈവത്തിൻ്റെ ശ്വാസം തള്ളിപ്പായിച്ച് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു കൊണ്ടുവരിക. സ്തോത്രം ചെയ്താട്ട്, സ്തോത്രം ചെയ്താട്ട്, സ്തോത്രം ചെയ്താട്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിങ്ങളുടെ വചനത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം. ഹല്ലേലൂയ. ചില ദിക്കുകളിൽ നിന്ന് ഞങ്ങൾക്കെതിരെ വരുന്ന ശക്തമായ ആക്രമണങ്ങൾക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറക്കുന്നതിനായി സ്തോത്രം. ദൈവം എഴുന്നേറ്റിരിക്കയാൽ സ്തോത്രം. ജീവനുള്ള ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കയാൽ സ്തോത്രം. തിരുമഹത്വത്തെ തടയാൻ ആർക്കും സാധ്യമല്ലാതെ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ കെട്ടി നിൽക്കുന്നത് ശ്വാസം തള്ളിപ്പായിച്ചാൽ ഒരു നദി പോലെ ഒഴുകി വരുന്നതിനാൽ ഈ പകൽ നന്ദി പറയുന്നു. ജനം വിടുവിക്കപ്പെടട്ടെ, സൗഖ്യമാകട്ടെ, ബലം വ്യാപരിക്കട്ടെ. അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ജയം കൽപ്പിക്കുന്നു. രോഗസൗഖ്യവും ആരോഗ്യവും വ്യാപരിക്കട്ടെ. കെട്ടി നിർത്തിയ സകല അന്ധകാര മണ്ഡലങ്ങളും ഈ പകൽ പൊളിഞ്ഞു മാറുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അതിവേഗം പായിച്ചു കൊണ്ടുവരുന്നതിനാൽ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ മുമ്പോട്ട് കെട്ടി നിൽക്കുന്നത് ദൈവത്തിൻ്റെ ശ്വാസം തള്ളിപ്പായിച്ച് വേഗത്തിൽ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരും. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.